തീരെ വയ്യാതെ. അപ്പോൾ അത് തീരെ ഫുഡ് എടുക്കുന്നുണ്ടായിരുന്നില്ല. 2 ദിവസമായിട്ട് തീരെ ഫുഡ് എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അപ്പോൾ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ എല്ലാ നായകൾക്കും ഇങ്ങനത്തെ ഒരു അസുഖം വരുന്നുണ്ട്. പിന്നെ ഇത് അങ്ങനെ മറ്റു നായകൾക്കും ഇത് പെട്ടെന്ന് ബാധിക്കും. പിന്നെ ഇത് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിപ്പോൾ തൽക്കാലം ഗ്ലൂക്കോസൊക്കെ കയറ്റി അതിൽ കൂടെ പനി കുറയാനുള്ള മരുന്നും അങ്ങനെയൊക്കെ കഴിച്ചിരുന്നു. പിന്നെ ലൂസ് മോഷനായിട്ട് പോകുമ്പോൾ ബ്ലഡ് പോലെയാണ് പോണത് കേട്ടോ, ലൂസായിട്ട് പോകുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ, പിന്നെ ഛർദിയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടാൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു. വീട്ടിലെ മറ്റു നായ്ക്കൾക്ക് ഇത് ബാധിക്കാതിരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനത്തെ നായ്ക്കളുണ്ടെന്ന് വെച്ചെങ്കിൽ അസുഖമുള്ള നായ്ക്കളെ ഒറ്റയ്ക്ക് നിർത്തണം കേട്ടോ. അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ നായ്ക്കൾക്കും വരും. ഞങ്ങൾ പോയപ്പോൾ അവിടെ ഒരു 4 നായ്ക്കൾക്ക് ഒരുമിച്ച് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു.